ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് എഗ് മലായി മസാലയാണ് ചെയ്യുന്നത്. ഇതിന് എന്നൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കൂ. സവാള വേണം, പച്ചമുളക് വേണം. ഇത് രണ്ടും കൂടെ ചതച്ചെടുത്ത് വെച്ചേക്കുവാണ് ഇത്. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് ഉപ്പ്, കുറച്ച് പശുവും പാല്, കുറച്ച് ഗരം മസാല, കുരുമുളക്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങി വെച്ചേച്ച് രണ്ടായിട്ട് കീറി വെച്ചേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ മുട്ട പുഴുങ്ങിയെടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില. ഇത് ഉപയോഗിക്കേണ്ട വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണ ആയാലോ എന്നതായാലും കുഴപ്പമില്ല. പക്ഷെ ഇത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. രാത്രി ചപ്പാത്തിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും, അതായത് നമ്മൾ എന്തോരം മുട്ട എടുക്കുന്നതെന്ന് വെച്ചാൽ ഗ്രേവി എന്തോരം വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം നമ്മൾ ഉള്ളിയും പച്ചമുളകും എടുക്കാൻ. ഉള്ളി എടുക്കുന്നത് ഗ്രേവി അനുസരിച്ച്, പച്ചമുളക് എന്ന് പറയുന്നതാണ് ഈ കറിയുടെ എരിവ്. അന്നേരം ആ എത്ര എരിവാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. പക്ഷേ ഈ ഒരു കറിക്ക് എന്നാന്ന് ഒത്തിരി എരിവ് കൊള്ളുകയില്ല, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കഴിക്കാനായിട്ട് കൊള്ളുകയില്ല. ഇതൊരു സോഫ്റ്റ് എന്താ പറയുക, ഒരു മൈൽഡായിട്ടുള്ള എരിവേ ഉള്ളൂ, അല്ലാതെ ഒത്തിരി എരിവുള്ള കറി അല്ല ഇത്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി ഇച്ചിരി നല്ലതായിട്ട് പെട്ടെന്നൊന്ന് മൂക്കും. ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും, ഇപ്പം നമ്മളിവിടെ പശുവും പാലാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പം മേടിക്കുന്ന പശുവും പാലൊക്കെ ഇനിയിപ്പോൾ എത്ര കറി വീണെന്ന് പറഞ്ഞാലും ശരി, വിനാഗിരി ഒഴിച്ചെന്ന് പറഞ്ഞാലും ശരി, ഈവൻ നാരങ്ങയുടെ പുളി വീണാലും ശരി, അത് പിരിഞ്ഞു വരാൻ തന്നെ ഒരു ഇച്ചിരി സമയമെടുക്കും. അതുകൊണ്ട് പെട്ടെന്നൊന്നും പിരിയുകയില്ല. അതുകൊണ്ട് പശുവും പാൽ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കറിക്ക് കുറച്ചുകൂടെ ഒരു സ്വാദ് വരണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുന്ന ഏറ്റവും നല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ കരുതുന്ന ഒരു സാധനമാണ് പാല്. അപ്പോൾ പാലെപ്പോഴും കാണും, തേങ്ങ ചിലപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുകയില്ല, നമ്മൾ മേടിക്കാനൊക്കെ മറന്നുപോയി കാണും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് പശുവും പാലെടുക്കുക. ഇല്ല നമ്മുടെ കയ്യിൽ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഏറ്റവും കൂടുതൽ പണി വരുന്ന എപ്പോഴാണെന്നറിയാമോ, ഇത് അതായത് നമ്മുടെ പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് നല്ലതായിട്ട് ഒന്ന് നല്ല രീതിയിൽ മുരിഞ്ഞു വരണം. മുരിഞ്ഞു വരണം എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ നല്ല ഏകദേശം ബ്രൗൺ ആവണം, അതുവരെ നല്ലോണം വഴറ്റണം. ഈ പറഞ്ഞ പോലെ ആ ഉള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം അത് ഫുൾ വറ്റി നമ്മൾ ഒഴിച്ച എണ്ണ ആയി അത് നല്ലോണം മുരിഞ്ഞു വരുമ്പോൾ മാത്രമേ അതിനകത്ത് ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇവിടെ മാത്രമേ ഒരു ഇച്ചിരി സമയം എടുക്കത്തുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പത്തിലാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ അരിഞ്ഞിടാം, അതല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റാക്കി മേടിക്കുന്നതാണെങ്കിലും മതി. അതല്ല നമ്മൾ വീട്ടിൽ ചതച്ചെടുക്കുവാന്നേല അങ്ങനെ. ഇത് ഇറച്ചി കൂട്ട് ഒരുപാട് നമ്മളെടുത്തിടണ്ട, ഒരു ഇച്ചിരി ഇട്ടാൽ മതി. മുട്ടയിലൊന്നും അധികം പിടിക്കാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് വഴന്ന് മുരിഞ്ഞ് വരണം. അതായത് ഫുൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി മുരിയണം. ഈ നമ്മുടെ ഉള്ളി കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ആദ്യം ഒഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഇച്ചിരി വെള്ളം അതെല്ലാം ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലെയിം ഒരു ഇച്ചിരി കുഞ്ഞാക്കിയിട്ട് നമ്മുടെ പൊടിയെല്ലാം ചേർക്കാം. അതായത് പൊടി ഒരു ഇച്ചിരി മൂക്കണം, എൻ്റെ കണക്കിൽ മൂക്കണം, ചിലത് മൂക്കണ്ട. പക്ഷേ എനിക്ക് അത് മൂത്തില്ലെങ്കിൽ അതിനൊരു പച്ചച്ചോവ് വരുമെന്ന് തോന്നുവേ. കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് ശരിക്കും കുരുമുളകും പച്ചമുളകുമാണ്. കുറച്ച് മല്ലിപ്പൊടി. എന്നിട്ട് ഇത്രയും ചേർക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനൊരു നിറം കിട്ടുകയല്ലാന്നേ. അതുകൊണ്ട് എന്നാണെന്നറിയോ, ഒരു ഇച്ചിരി നോർത്ത് ഇന്ത്യൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ജീരകപ്പൊടി ഇടണം.
അതിൻ്റെ കൂടെ അതിനൊരു ഇച്ചിരി നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണേ. ഇതിനകത്തോട്ട് പശുവും പാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ, ഒന്നാം പാൽ ഒരു ഇച്ചിരി കൂടുതൽ എടുത്തേച്ച് 50-50 ബേസിസിൽ ഒഴിച്ചേച്ചാൽ മതിയേ. ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, പക്ഷേ ഇത്രയും ഗ്രേവിയും ആ മുട്ടയിലും ഒരു ഇച്ചിരി പിടിക്കാനായിട്ട് ഒരു ഇച്ചിരിയും കൂടി ഇടുക. പിന്നെ നോക്കി വെച്ചിട്ടേച്ചാൽ മതിയേ. നമ്മൾ എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി എന്നാണെന്നറിയാമോ, നമുക്ക് നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയില്ലേ, അതൊരിച്ചിരി വക്കയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അതുമാത്രമല്ല ഉള്ളിൽ നിന്നും ഒക്കെ ആ ഒരു എണ്ണ മുകളിലോട്ട് വരുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമേ കൊടുത്തു. അപ്പോൾ എന്നാന്നറിയാം, ഇപ്പം നമ്മുടെ ചേർത്തേക്കുന്ന പൊടിയായാലും ഈ പറഞ്ഞ പോലെ അതൊച്ചിരി വെന്തു ഒക്കെ വരണം. അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ എല്ലാം ഒക്കെയല്ല, എല്ലാം ഒന്ന് ചേരണ്ടേ, അല്ലെങ്കിൽ അത് പ്രത്യേകമായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ കുരുമുളക് പൊടിച്ചതിടണമെന്നുണ്ടെങ്കിൽ അതിടാം, അതല്ല ചതച്ചതിടുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ രുചി കൂടുവേ. ഇതിപ്പം നോക്കിയാൽ ഈ വക്കിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോവാ, ബാക്കി പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചേച്ച് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇടുക. നല്ല സിമ്മേലാക്കി വെച്ച് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ഇടും. തിരിച്ചും മറിച്ചും ഇട്ട് അതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല മുഴുവനെ ഇടുവാന്നേൽ അതിനെ ഒന്ന് വരഞ്ഞേച്ച് വേണം ഇടാൻ. ഒന്ന് വരഞ്ഞ് എന്നാ പറയുക, അതിന് ഉള്ളിലേക്കെല്ലാം നമ്മൾ ചേർത്തേക്കുന്ന മസാല എല്ലാം പിടിക്കാനായിട്ട് ഒന്ന് വരഞ്ഞേച്ചിടുക. അല്ലെന്നുണ്ടെങ്കിൽ പുഴുങ്ങി വെച്ച മുട്ട വരഞ്ഞേച്ച് ഇച്ചിരി ഉപ്പും കുരുമുളകും ഒന്ന് പുരട്ടി വെച്ചേച്ചാലും മതി. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് കീറിയേച്ച് ഇങ്ങനെ ഈ ഗ്രേവിയിലോട്ട് ഇടുക. സിമ്മേ തന്നെ ഇടുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചിടണേ. അതായത് ആ ഒരു ഗ്രേവിയിൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന സകല മസാലാസും നമ്മുടെ മുട്ടയിലൊന്ന് പിടിക്കണം. പിന്നെ ഇതൊന്ന് മറിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഉണ്ണിയുടെ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റും കൂടെ എല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങും. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്, ഇത് എങ്ങനെ വേണം. ചിലർക്കൊക്കെ ഉണ്ണി ഇഷ്ടമല്ലേ, അന്നേരം ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ അയ്യോ എനിക്കിത് വേണ്ടാന്ന് പറയും. പക്ഷെ നമ്മൾ വീട്ടിലൊരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അയ്യോ ഇതെനിക്ക് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് വലിയ പ്രയാസമാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരുടെ ഇഷ്ടം ഏത് രീതിയിലാണ് അവർക്ക് ആ മുട്ട കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പം ഞാൻ നമ്മുടെ പ്രസൻറ്റേഷന് പോലും മുട്ട ഇങ്ങനെ രണ്ടായിട്ട് കീറി വെച്ചേച്ച് ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം ചെയ്യാനുള്ളത്. അത് കാണാനും ഒരു ഭംഗിയുണ്ടാവും. ഞാൻ ഈ ഗ്രേവി ഒരു ഇച്ചിരി ഇതിനകത്തോട്ട് പൊതിയുവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മറിച്ചിടാം. ഞാൻ പറഞ്ഞ മറിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഈ ഗ്രേവിക്കകത്തോട്ട് ഉണ്ണി അങ്ങ് ഈ മുട്ടയിൽ നിന്ന് അങ്ങോട്ട് വെള്ളയിൽ നിന്ന് അങ്ങോട്ടും വിട്ടുപോയേച്ച് കലങ്ങിപ്പോവും ഗ്രേവി ആയിട്ട്. ചിലത് ഇഷ്ടപ്പെടുകയല്ല. പക്ഷെ എന്നാൽ നമുക്ക് ആ ഒരു ഗ്രേവി ഉള്ളിൽ മുട്ടയ്ക്കകത്ത് വരികയും വേണം. ഒരു ഹാഫ് മുട്ട ഒരു 8 കഷ്ണമാണ് ഇട്ടേക്കുന്നത്. അന്നേരം ഒരു 4 എണ്ണത്തിനകത്തോട്ട് ഞാൻ ഗ്രേവി അങ്ങ് പൊതിഞ്ഞിട്ടുണ്ട്. അല്ലാത്തിനകത്ത് അത് വെച്ചിട്ടുണ്ട്. എന്നാണെന്നറിയോ, പ്രസൻറ്റേഷനും കൂടെ നമ്മൾ ആലോചിക്കണമല്ലോ. ഇനി ഇതിനൊരു 5 മിനിറ്റ് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. നമ്മുടെ എഗ് മലായി മസാല റെഡിയായി.